വെൽക്കം ബാക്ക് ടു 30 days ഡേ 6. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സിമ്പിൾ ആണ്, പക്ഷെ എന്നാലും പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങൾ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് മാറും അല്ലേ? ഓക്കെ, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, പഠിക്കല്ല, നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അതായത് നമ്മൾ വേർബുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടാണ്? നിങ്ങൾ എല്ലാ സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും V1, V2, V3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഞാൻ എപ്പോഴും പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തിനാണ് ഈ V3ന്റെ ആവശ്യം? V3 എന്തിനാണ് വെറുതെ? V1ഉം V2 മാത്രം പോരെ? എന്തിനാ ഇപ്പൊ ഈ V3 കൊണ്ട് എന്താണ് ഇപ്പൊ ഒരു യൂസും ഇല്ലാത്ത സാധനമാണല്ലോ ഈ V3, പിന്നെ എന്തിനാ നമ്മൾ ഇത് മെനക്കെട്ട് പഠിക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ അടുത്തായിട്ടാണ് എനിക്ക് വരെ അതിനൊരു ക്ലിയർ ഐഡിയ കിട്ടിയത്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. കാരണം അത് അത്രത്തോളം നമുക്ക് അത്രയും ക്ലിയർ ആയാലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവുള്ളൂ അല്ലെ? ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് V1, V2, V3 എന്നൊക്കെ പറഞ്ഞ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചു പോവായിരുന്നു. അതായത് ഇപ്പൊ ഒരു വേർബ് എടുക്കുകയാണ്, പ്ലേ എന്ന് പറഞ്ഞുള്ള വേർബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ V1 പ്ലേ, V2 പ്ലേഡ് ആൻഡ് V3 പ്ലേഡ്. ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. പിന്നെന്താ അതുപോലെ ജംപ്ഡ്, ജംപ്ഡ്. പിന്നെന്താ റൺ, റാൻ, റൺ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രാങ്ക്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഇങ്ങനെ കാണാതെ പഠിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ടേബിൾ തന്നെ തന്നിട്ട് ഒരുപാട് വേർബുകൾ തന്നിട്ട് ഇത് കാണാതെ പഠിക്കാൻ, ബൈഹാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇത്, എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നതെന്നൊക്കെ കേട്ടാ. പക്ഷേ നമുക്ക് സംസാരത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ആ രീതിയിൽ നമ്മൾ പഠിച്ചാൽ ഈസിയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിപ്പോ ഒരു വേർബ് പറയാം, പ്ലേ എന്നുള്ള വേർബ് കേട്ടോ. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, കളിക്കുക എന്നാണ് അല്ലെ? അതായത് ഈ V1 എന്ന് പറയുന്നത് വേർബിന്റെ ഫസ്റ്റ് ഫോം എന്നാണ് അർത്ഥം. അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് നിങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവുക എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നാവും ചില ആളുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ, പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് കേട്ടാ. പിന്നെ രണ്ടാമത്തത് നമ്മൾ V2 എന്ന് പറയും. പ്ലേന്റെ V2 ഫോം എന്താ? പ്ലേഡ്. അപ്പോ അതെന്താണ്? പാസ്റ്റ് ഫോം ആണ് കേട്ടാ. പ്ലേഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. V2 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ഫോം ആണ്. അപ്പൊ V3 എന്താണ്? പെർഫെക്റ്റ് ടെൻസിനെയാണ് V3യിൽ കാണിക്കുന്നത്. എന്താണ്? പെർഫെക്റ്റ് ടെൻസുകളെയാണ് V3യിൽ കാണിക്കുന്നത്. അധികം പല ടൈപ്പ് വേർബുകൾ ഉണ്ട് അല്ലെ? റെഗുലർ വെർബും ഇറഗുലർ വെർബും എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. അതായത് റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ മോൾക്ക്? ഇല്ല. ഇപ്പൊ നമ്മൾ പ്ലേ പറഞ്ഞില്ലേ, പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അതിന്റെ V2 V3 സെയിം ആയിരിക്കും. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അതേപോലെ ജംപ് എന്ന് പറഞ്ഞേ, ജംപ്ഡ്, ജംപ്ഡ്. അത് റെഗുലർ വെർബ് ആണ്. അതുപോലെ വേറെ എന്ന് പറഞ്ഞേ, ഇനി അറിയോ? അല്ല, റണ്ണിന്റെ അങ്ങനെയല്ല കേട്ടാ. റണ്ണിൻ്റെത് റൺ, റാൻ, റൺ എന്നാണ്. റൺ, റാൻ, റൺ എന്നാണ്. അതേപോലെ അങ്ങനെ വ്യത്യസ്ത V2ഉം V3യും ഡിഫറെന്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ഇറഗുലർ വെർബ് എന്ന് പറയും. ഒരേപോലുള്ളതിന് ആ പേര് തന്നെ ഉണ്ടല്ലോ. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് ഞങ്ങളൊക്കെ പണ്ട് പഠിച്ച പോലെ തന്നെ ഇത് നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ട് എളുപ്പ മാർഗങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക, കുറെ വേർബുകളും അതിന്റെ V2 V3 ഫോമുകളും. അതങ്ങനെ ചെയ്യാം. ഇനി ഇതിന്റെ മീനിങ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പൊ V1 പ്ലേ. അപ്പൊ ഞാന് കളിക്കാറുണ്ട്, ഞാൻ കളിക്കാറുണ്ട്. നമ്മൾ എങ്ങനെയാ പറയാ? കളിക്കാറുണ്ട്. പ്ലേഡ് ആണോ? പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മള് പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടാ. നമ്മളെ ശീലങ്ങൾ ഉണ്ടാവൂലേ? ഇപ്പൊ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ശീലാണത് അല്ലേ? ഇപ്പൊ ഓടാറുണ്ട്, ചാടാറുണ്ട്. ചിലപ്പോ അത് ഡെയിലി ആയിരിക്കാം, ചിലപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കാം, ചിലപ്പോ മന്ത്ലി 1 ടൈം ആയിരിക്കാം, ചിലപ്പോ ഇയർലി 1 ടൈം ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ശീലങ്ങൾ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവൂലേ? അതിനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോമിലാ പറയാ. ഫസ്റ്റത്തെ ഫോം ഉണ്ടല്ലോ V1, അതിലാണ് പറയാ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ കളിക്കാറുണ്ട്.
ഐ പ്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഡെയിലി കളിക്കാറുണ്ട്, നീ ഡെയിലി കളിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ ഡെയിലി കളിക്കാറുണ്ട് അല്ലെ, നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? അപ്പൊ ഞങ്ങള് ഡെയിലി കളിക്കാറുണ്ട് എന്ന് എങ്ങനെയാ പറയാ? ഞങ്ങൾ we play daily. ഞങ്ങൾ ഡെയിലി കളിക്കാറുണ്ട്. അപ്പൊ അവിടെ വന്നത് നോക്കിയേ, ഐന്റെ കൂടെയും വീന്റെ കൂടെയും എന്താ വന്നത്? പ്ലേ ആണ് വന്നത് അല്ലെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ ഷീ ഹി ഇറ്റ് ഉണ്ടല്ലോ, സിംഗുലർ ആയിട്ടുള്ള സംഭവങ്ങള്, അതിന്റെ കൂടെ നമ്മൾ പ്ലേസ് എന്ന് പറയണം കേട്ടോ, എസ് ചേർത്ത് പറയണം. പ്ലേസ് എന്ന് വെച്ചാൽ ഒരു സ്ഥലമല്ലേ? അതല്ല, അതെന്താണ്? PLACE, പ്ലേസ് ആണ് സ്ഥലം. ഇത് പ്ലേ, കളിക്കുക എന്നുള്ള പ്ലേന്റെ സ്പെല്ലിംഗ് എന്താ? PLAY. അതിന്റെ കൂടെ ഒരു എസ് ചേർക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളെ സിംഗുലർ ആയിട്ടുള്ള ഹി ഷീ ഇറ്റിന്റെ ഒക്കെ കൂടെ നമ്മൾ അവൾ ഡെയിലി കളിക്കാറുണ്ട്. എങ്ങനെ പറയും? She play in daily. She plays in plays daily. Yes, she plays daily. അപ്പൊ അവൻ ഡെയിലി കളിക്കാറുണ്ട്. He plays in daily. He plays in plays daily. he plays daily. ഇപ്പൊ റാം എന്ന് പറഞ്ഞ ഒരു കുട്ടി പിന്നെ സൺഡേസിൽ കളിക്കാറുണ്ട്. സൺഡേസിൽ മാത്രമാണ് അവൻ കളിക്കാറുള്ളത്. എങ്ങനെ പറയാ? റാമു ഓൺലി ഒന്നും പറയണ്ട. റാമു ശ്രദ്ധിച്ചിട്ട് പറയാ. ഓക്കെ. റാം പ്ലേസ് സൺഡേ. യെസ്, റാം പ്ലേസ് ഓൺ സൺഡേസ്. എന്താ സൺഡേസ്? എന്താണ്? ഞായറാഴ്ചകളിൽ. മനസ്സിലായോ? ഞായറാഴ്ച സ്കൂളിൽ നമ്മുടെ നാട്ടില് സ്കൂൾ ഉണ്ടാവൂല. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ ആ പറയുന്ന സംഭവം. അപ്പൊ കളിക്കാറുണ്ട്, എഴുതാറുണ്ട്, പഠിക്കാറുണ്ട് എന്നൊക്കെ പറയാനാണ് V1 ഫോം നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പഠിക്കുക, എഴുതുക, കളിക്കുക എന്നൊക്കെ പറയാനും നമ്മൾ V1 ഫോം യൂസ് ചെയ്യുക. അത് ക്ലിയർ ആണല്ലോ? ഇനി V2യിലേക്ക് പോയാലോ? ഓക്കെ. V2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം ആണ് അല്ലെ. അതായത് പാസ്റ്റ് ടെൻസിനെ കാണിക്കാനാണ്. എന്താണ് പാസ്റ്റ് എന്ന് പറഞ്ഞാ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ. കഴിഞ്ഞു പോയത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കളിച്ചു എങ്ങനെ പറയും? ഞാൻ കളിച്ചു. പ്ലേഡ് അല്ലെ. അത് അവർ കളിച്ചു എന്നാവുമ്പോ അവർ they played. അവൾ കളിച്ചു എന്നാവുമ്പോ ഒക്കെ ഒരേപോലെ വരുന്നത് അല്ലെ. അവിടെ മാറ്റങ്ങൾ വരുന്നില്ല. പാസ്റ്റ് ടെൻസിൽ ഒരേപോലെയാണ് വരിക. അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒരുപോലെയാണ് വരിക അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാന് ഇന്നലെ ഒരു ഡയറി എഴുതി. ഒന്ന് പറഞ്ഞു നോക്കിയേ. ശ്രദ്ധിച്ചു പറയണം. എഴുതി എന്നാ പറഞ്ഞത്. റൈറ്റിന്റെ പാസ്റ്റ് എന്താ? വെരി ഗുഡ്. ശ്രദ്ധിച്ചു പറയണട്ടാ. യെസ്റ്റർഡേ ഐ റോട്ട് എ ഡയറി എന്ന് പറയാ അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ പറയാ? ഐ റോട്ട് എ ഡയറി യെസ്റ്റർഡേ എന്നും പറയാം. അതും കറക്റ്റ് ആണ്. നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെയാണോ ഭംഗി തോന്നുന്നത്? ഓക്കെ, നോ പ്രോബ്ലം. എന്നാല് വേറൊരു സെന്റൻസ് പറയാട്ടാ. മോളൊരു മലയാളം സെന്റൻസ് പറഞ്ഞേ, പാസ്റ്റിൽ വരുന്നേ. കഴിഞ്ഞു പോയത് വെച്ചിട്ട്. ഞാൻ ഇന്നലെ പാർക്കിൽ പോയി. വെരി ഗുഡ്. ഞാൻ ഇന്നലെ പാർക്കിൽ പോയി. അതൊന്ന് ഇംഗ്ലീഷ് ആക്കി നോക്കിയേ. യെസ്റ്റർഡേ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. പോയി എന്നല്ലേ പറഞ്ഞത്? ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താണ്? വെരി ഗുഡ്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് വെന്റ് ആണ് കേട്ടോ. WENT. ഗോ, വെന്റ്, ഗോൺ എന്നാ പറയാ. ഗോന്റെ V1 ഗോ. ഞാൻ ഗോ വെന്റ് ഗോൺ പറഞ്ഞപ്പോ ഈ വേർഡിന്റെ ഒരു ഇംഗ്ലീഷ് വേർഡാണ് ഇത്. ഗോ V1 V2 V3 പറഞ്ഞതാ. ഗോന്റെ V2 ഗോ, വെന്റ്, V3 ഗോണ്. മനസ്സിലായോ? ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയി എന്നല്ലേ മോള് പറഞ്ഞത്? അതൊന്ന് ആക്കിക്കേ ഇംഗ്ലീഷിലേക്ക്. ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയി. ഓക്കെ. We went the park yesterday. Yes, we went park yesterday.
അല്ലെങ്കിൽ വി വെന്റ് പാർക്ക് ഓൺ യെസ്റ്റർഡേ എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ യെസ്റ്റർഡേ വി വെന്റ് പാർക്ക് എന്ന് പറയാം. എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ കിട്ടിയല്ലോ, V1 കിട്ടി, V2 കിട്ടിയില്ലേ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണോ? നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ് ഈ V3 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, V1 വെച്ചിട്ടും V2 വെച്ചിട്ടും കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മലയാളത്തിൽ പറഞ്ഞു നോക്കുക, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് V3യിലേക്ക് കടന്നാലോ? ഓക്കെ. ഈ V3 എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ V3 അല്ലെ, എന്തിനാണ് ഈ V3, വെറുതെ ഒരു V3 പഠിച്ചു വെച്ചിട്ട് അധിക സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ V3 വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതിന്റെ മലയാളം മീനിങ് ഒന്ന് വെച്ച് പഠിച്ചു നോക്കിയേ. അതായത് V3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിന്റെ കൂടെ എന്തായാലും ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ള വേർഡ് ഉണ്ടാവും. അത് കേക്കാം, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് പ്ലേ പറഞ്ഞൂലേ, പ്ലേ, പ്ലേഡ്, പ്ലേഡ് അല്ലേ പറഞ്ഞത്. V3 ഫേം പ്ലേഡ് അല്ലേ. ആ പ്ലേഡിന്റെ കൂടെ നമുക്കറിയില്ല. അപ്പൊ ഒരു സെന്റൻസില് ഐ പ്ലേഡ് എന്നും കണ്ടു, ഐ ഹാവ് പ്ലേഡ് എന്നും കണ്ടു. ഇത് V2 ആണോ V3 ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മള് റൈറ്റ് ചെയ്യുമ്പോ ഐ ഹാവ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലേഡ് ഉണ്ട്, ഞാൻ കളിക്കാനുണ്ട് അങ്ങനെയൊക്കെയാണ് അല്ലേ. നമ്മൾ ചിലരോട് പറയില്ല, വാല പറഞ്ഞിട്ട് ചോദിക്കുമ്പോ നീ കളിക്കാണ്ട് ചോദിക്കും, ഞാൻ കളിക്കാണ്ട്, അങ്ങനെയാണെന്ന് വിചാരിക്കും അല്ലെ. എന്നാ അങ്ങനെ അല്ല കേട്ടാ. അപ്പൊ നമുക്ക് നോക്കാം അതെന്താന്നുള്ളത് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, V2 ആണോ V3 ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? രണ്ട് സെന്റൻസ് ഞാൻ പറയാം, നീ പറയണം അതില് V2 ഏതാണ് V3 ഏതാണെന്ന് കേട്ടാ. സെന്റൻസ് കേട്ടിട്ട് ഐ പ്ലേഡ്, ഐ ഹാവ് പ്ലേഡ്. ഇതിൽ ഏത് സെന്റൻസാ V2 ഫോമിൽ വരുന്ന സെന്റൻസ്? ഐ പ്ലേഡ്. അപ്പൊ V3 സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? ഐ ഹാവ് പ്ലേഡ്. ഇനി നോക്കിയ വേറൊരു സെന്റൻസ് പറയാട്ടോ. ഷീ റോട്ട്, ഷീ റോട്ട് എ ലെറ്റർ, ഷീ റോട്ട് എ ലെറ്റർ ഒരു സെന്റൻസ് ആണ് കേട്ടോ. വേറൊരു സെന്റൻസ് പറയാം, ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഒന്നില് റോട്ട് എന്ന് പറഞ്ഞു, ഒന്നില് റിട്ടൺ എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇതിൽ ഏതാണ് V2 ഏതാണ് V3? റൈറ്റ് ആണോ? വെരി ഗുഡ്. മറ്റേത് ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. അതാണ് V3 ആയിട്ട് വരിക. അപ്പൊ V3യിൽ എന്തായാലും ഒന്നുകിൽ ഹാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാർഡ് ഉണ്ടായിരിക്കും. അത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ V3ന്റെ കൂടെ. ഇനി ഇത് എവിടെയാണ് എപ്പോഴാണ് വരിക എന്നുള്ളതാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഹാവിന്റെ മീനിങ് എന്താ? ഹാവ് ഒറ്റക്കാണെങ്കിൽ എന്താ മീനിങ്? ഉണ്ട്. ഹാസിന്റെ മീനിങ്ങോ? ഉണ്ട്. ഹാസും ഹാവും ഉണ്ട് എന്നാ പറയാ. അതില് ഹാവ് എപ്പോഴാ യൂസ് ചെയ്യാ? എന്തിന്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാ? ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തതിൽ പറഞ്ഞതാട്ടാ. അയ്യോ ദേവീന്റെ കൂടെ ഹാവും, ഷീ, ഹി, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയുമ്പോ അതിന്റെ കൂടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഹാസ്, ഉണ്ട് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ ഹാഡിന്റെ മീനിങ് എന്താ? ഉണ്ടായിരുന്നു. യെസ്, ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഹാഡ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. ഇനി നോക്കുക, മോളൊരു സെന്റൻസ് പറഞ്ഞേ. ഹാവ്, ഇപ്പോ ഞാൻ പറയാം പ്ലേൻ ആയിക്കോട്ടെ അല്ലെ. പ്ലേഡ്. എന്നാ പിന്നെ വേറൊരു വേർബ് പറഞ്ഞേ. റണ്ണാക്കാം. ഓക്കെ, റണ്ണ് വെച്ചിട്ട് റണ്ണിന്റെ 3 ഫോം ആദ്യം പറഞ്ഞേ. റൺ, റാൻ, റൺ. ഇതാണ് കേട്ടോ 3 ഫോം. അപ്പൊ റണ്ണ് നമ്മൾ എടുത്തൂലേ. ഈ റണ്ണിന്റെ കൂടെ ഐ ഹാവ് റൺ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മീനിങ് വരിക? ഐ ഹാവ് റൺ ഉണ്ടാകുന്നാണോ? ഹാവിന്റെ മീനിങ് ഉണ്ട്. ഹാവിന്റെ മീനിങ് വെച്ച് നമ്മൾ മനസ്സിലാക്കുക. ഹാവ് റൺ എന്ന് പറഞ്ഞാല് ഓടിയിട്ടുണ്ട്, ഉണ്ട് എന്നല്ലേ ഹാവിന്റെ മീനിങ്. അപ്പൊ ഓടി എന്നുള്ളതിന്റെ കൂടെ ഓടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടെ ഹാഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ പറയാ? ഹാഡിന്റെ മീനിങ് ഉണ്ടായിരുന്നു ആയതുകൊണ്ട് നമ്മള്
ഓടിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ഐ ഹാഡ് റൺ എന്ന് പറഞ്ഞ ഞാൻ ഓടി. ഐ ഹാവ് റൺ. ഐ ഹാഡ് റൺ. ഐ ഹാഡ് റൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയിട്ടുണ്ട്. ഐ ഹാഡ് ഹാഡാ പറഞ്ഞ. ഓക്കെ, ഐ ഹാഡ് അതിന്റെ കൂടെ ഹാസ് പറയോ? ഇല്ല. ഐ ഹാഡ് റൺ. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റില് പറ, ചിന്തിച്ചിട്ട് പറ ട്ടാ. ഹാഡിന്റെ മീനിങ് എന്താ? ഉണ്ടായിരുന്നു. അപ്പൊ എന്താ മീനിങ് വരിക? ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. ഇത് ഐ ഹാവ് റൺ എന്ന് പറഞ്ഞാല് അത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പിന്നെ ഹാഡ് റൺ എന്ന് പറയുമ്പോ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇനി ഫ്യൂച്ചർ ആണ് പറയുന്നത്. ഫ്യൂച്ചറിന്റെ കൂടെ എപ്പോഴും വില്ല് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് പറയാ? I will have run. അപ്പൊ അതിന്റെ മീനിങ് എന്താ? യെസ്, വെരി ഗുഡ്. ഞാൻ ഓടിയിട്ടുണ്ടാകും. ഈ ഒരൊറ്റ വേർഡ് വെച്ചിട്ട് സെന്റൻസ് നിങ്ങൾ മേക്ക് ചെയ്യുക. അതിന്റെ മലയാളം പറഞ്ഞു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇതേപോലെ തന്നെ ഒരുപാട് വേർബ്സുകളും യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കും. ഈറ്റ് വെച്ചിട്ട് നോക്കിയാലോ മോളെ? ഈറ്റിന്റെ V1 V2 V3 എന്ന് പറയോ? അല്ല, ഈറ്റൺ എന്നാണ് കേട്ടാ മൂന്നാമത്തെ ഫോം. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഏതൊക്കെയാണ്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഇത് വെച്ചിട്ട് ഞാൻ മലയാളം ചോദിക്കും, മോള് ഇംഗ്ലീഷ് പറയണം. ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിക്കാറുണ്ട്. Every day I eat rice. I eat rice. അല്ലെങ്കിൽ I eat rice every day. I eat rice every day. എല്ലാ ദിവസവും ഞാന് ചോറ് കഴിക്കാറുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഞാന് ഇന്നലെ സാൻഡ്വിച്ച് കഴിച്ചു. യെസ്റ്റർഡേ ലാസ്റ്റിലേക്ക് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയ മോളും. I ate sandwich yesterday. വെരി ഗുഡ്. I ate sandwich yesterday. ഇനി ഇതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ട, തെറ്റാതെ പറയണ കേട്ടോ. റെഡി അല്ലേ? ഞാൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ട്. I eaten sandwich. ഒന്ന് അതിന്റെ കഴിച്ചിട്ടുണ്ട്. I have കറക്റ്റ് ആണ്. I have eaten yesterday. എന്ത്? Sandwich. I have eaten sandwich. എന്താണ്? I have eaten sandwich. I have eaten sandwich. ഞാൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. I had sandwich. I had eaten sandwich. Yes, I had eaten sandwich. ഞാൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടാകും. I will have eaten sandwich. I will have eaten sandwich. കിട്ടിയോ? കിട്ടിയില്ലേ? ഇതാണ് V1 V2 V3 എന്ന് പറയുന്ന 3 ഫോംസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതോ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ V1 V2 V3 ഇനി ആർക്കും ഒരു ഡൗട്ടും വേണ്ട. മോള് വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സംസാരത്തില് ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കഴിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഓരോ വേർഡുകൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഈസി ആയി തോന്നും. ഇപ്പൊ ഞാന് 3 എഗ് എടുത്തിട്ടുണ്ട്. I have taken 3 എഗ്. 3 eggs. ഒന്നും കൂടെ പറഞ്ഞേ. I have taken 3 eggs. കിട്ടിയോ? I have taken 3 eggs. അവള് 3 eggs എടുത്തിട്ടുണ്ട് എന്നാണെങ്കിലോ? അവള് she has കറക്റ്റ് പറട്ടാ. She has taken 3 eggs. She has taken 3 eggs. It is very simple. Okay. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. Bye.